ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇത് നമ്മൾ പളനി പോയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പളനി പോയായിരുന്നു, ഒരു ഫാമിലി ട്രിപ്പ്. ഞങ്ങളൊരു 10-11 പേര് കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് പോയതാണ്. കുറച്ച് പേര് കൊല്ലത്തുനിന്ന് കയറി. ഞങ്ങൾ ഇത്രയും പേര്, ഞങ്ങൾ 4-5 പേര് നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. ഇത് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ ട്രെയിനൊക്കെ വന്നു. അമൃത എക്സ്പ്രസ്സിനകത്താണ് നമ്മൾ പോയത്. ഓൾറെഡി ടിക്കറ്റൊക്കെ കൺഫേം ആയിരുന്നു. നമ്മളൊരു മാസം മുമ്പേ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നുകൊണ്ട് നമുക്കങ്ങനെ ടിക്കറ്റ് കൺഫേം ആയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടോ വിഷമമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വപ്നു ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു അറിവുള്ള പ്രായത്തിൽ ഇപ്പോഴാണ് അവൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് അവൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാം കുടുംബക്കാരാണ്. ആ ഒരു ബോഗി, ആ ഒരു സെക്ഷൻസായി ഫുള്ള്. പിന്നെ നമ്മൾ ഇവിടാണ് താമസിച്ചത്. നമ്മൾ പോയി ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാല ഇതൊക്കെയാണ് നമ്മൾ വാങ്ങി കഴിച്ചത് കേട്ടോ. നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ദർശനത്തിന് വേണ്ടി പോയത്. ഏകദേശം 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന വഴിയിലെടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന വഴിക്കെടുത്ത വീഡിയോസാണ് ബാക്കിയുള്ളത്. നമ്മൾ അവിടെ ചെന്നെടുക്കാൻ ഫോണൊന്നും കൊണ്ടുപോയില്ല. ആക്ച്വലി നമ്മൾ 2-3 വർഷം മുമ്പ് പോയപ്പോൾ ഫോണൊക്കെ കൊണ്ടുപോയി അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും ഫോൺ എടുത്തിട്ട് പോയി. അപ്പോഴാണ് ഫോൺ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാം അവിടെ കൊടുത്തിട്ടാണ് കയറിയത്. അതുകൊണ്ട് പളനിമല മുകളിലത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വള, കമ്മൽ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കുന്നു. സ്വപ്നുവിന് ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ നീളത്തിനൊത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് ഓടിപ്പോയി എടുക്കാമെന്നേ ഉള്ളായിരുന്നു. അവളും കണ്ടതെല്ലാം പറക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വളകളും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്കൊന്നും ഏതേത് എടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്താണ് നമ്മുടെ കൂടുതൽ സമയം പോകുന്നത്. പിന്നെ 1-2 സാധനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് വൈകിട്ട് അതിൽ തിരിച്ചങ്ങ് ഊട്ടിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഒരു 1 അവർ ബസ് ലേറ്റാവും. അതേപോലെ ആ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ ബസ്. നമ്മളപ്പം നേരത്തെ വന്നതാണ്. നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും കറക്റ്റിന് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ക്ലോക്ക് റൂമിൽ ലഗേജ് എല്ലാം വെച്ചിട്ട് ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ നടന്നു. 1 മണിക്കൂർ ഉണ്ടായിരുന്ന സമയം കുറച്ച് ചെറിയ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും വാങ്ങിയതൊന്നുമില്ല. പിന്നെ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ കണ്ടു. ചെറിയ കൊച്ചു ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ചായ കുടിക്കാനൊക്കെ കയറി. ഏകദേശം ബസ്സിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അത് ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വീഡിയോ ആണ്. കുറേ തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് സ്കന്ദഷഷ്ഠിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ദർശനമൊക്കെ നല്ല രീതിയിൽ കിട്ടി. നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുന്ന ദിവസമായിരുന്നു സ്കന്ദഷഷ്ഠി. അപ്പോൾ ആ സമയത്താണ് കൂടുതലും തിരക്ക് വരുന്നത്. അങ്ങനെ തന്നെ അവൾ ഈ ഊട്ടി ബസ്സിലാണ് കയറിപ്പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ലഗേജ് പാക്ക് ചെയ്തു. എല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കൊണ്ടുവിടാൻ വേണ്ടി മാത്രം ഞങ്ങൾ 4 പേര് അങ്ങോട്ട് പോയതാണ്. തിരിച്ച് വന്നപ്പോൾ കുറച്ച് കൊച്ചു കുട്ടികളെല്ലാവരും കൂടെ പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഭാഗ്യക്ക് ഇനി ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നല്ല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി.